അവിടെ കരയുന്നുണ്ട്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. പിന്നെ എന്തൊക്കെയാ, ഓണം നബിദിനവും ഒക്കെ കഴിഞ്ഞ് സദ്യയും നേർച്ചച്ചോറും ഒക്കെ തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ട് കഴിച്ചിട്ട് ഇരിക്കായിരിക്കും അല്ലേ. നമ്മളിത് ആ സദ്യ കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചോറ് നേർച്ചച്ചോറ് പിന്നെ കിട്ടാനൊരു വഴിയില്ലല്ലോ, അപ്പം അത് കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ അടുത്ത ക്ലിപ്സിൽ ഞാൻ ഇൻട്രോ പറയുന്നുണ്ട്, എന്നാലും എനിക്കതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അപ്പോഴത്തേനും ഇക്ക വന്നപ്പോൾ പിന്നെ അങ്ങനെ ടോക്ക് അങ്ങനെ മാറിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ്, എൻ്റെ ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഓരോ ദിവസങ്ങൾ മക്കളും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് കാണിക്കുക. മീൻസ് ആ ഒരു ദിവസം സാധാരണ ഒരു ദിവസം പോലെ കഴിഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ടാണ്, എല്ലാ ദിവസത്തെ പോലെയും വേണ്ട എന്നുള്ളൊരു വിചാരത്തിലാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത്. കാരണം എല്ലാതും മക്കൾ അറിയണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ പെരുമാറുന്നതിൽ നിന്നാണല്ലോ കുട്ടികൾ നമ്മളെ കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും അവർ മുന്നേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ടാവുക. അപ്പോൾ മക്കളുടെ ലൈഫ് മോഡൽ അല്ലെങ്കിൽ റോൾ മോഡൽ ലൈഫ് സ്റ്റൈല് ഒക്കെ നമ്മളുടെ ആയിരിക്കണം. ആരെ പറഞ്ഞു? പപ്പേ പപ്പ പറയാൻ പറഞ്ഞ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. മാഷാഅല്ലാഹ്. നിക്ക് പപ്പ വരട്ടെ ട്ടോ. ഇതോ കേക്ക് കട്ട് ചെയ്തിട്ടല്ലേ കഴിക്കുക, എടുക്കാൻ കിട്ടുന്നില്ല. കേക്ക് പപ്പ വരട്ടെ കട്ട് ചെയ്തിട്ട്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. അപ്പം ഇന്ന് എന്താ പറയുക, അന്ന് ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ള. ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയാനല്ല, എന്താ പറയുക, അത് കേക്കൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ പൊന്നെ അപ്പൊ എന്താ പറയാ, ഒന്നും പറയാനില്ല. സാധാരണ ഇക്കൻ്റെ അടുത്ത് അതിന് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ, നമുക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്കൻ്റെ അടുത്തെത്തിയതിനു ശേഷം പിന്നെ ഇക്ക എല്ലാ ബർത്ത്ഡേക്ക് ആണെന്നുണ്ടെങ്കിലും ആനിവേഴ്സറിക്ക് ആണെന്നുണ്ടെങ്കിലും ഞങ്ങള് കേക്ക് വാങ്ങിക്കും. പിന്നെ ചിലപ്പോൾ സിറ്റുവേഷനൊക്കെ ഓക്കെ ആണെങ്കിൽ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടൊരു ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളിവിടെ അല്ലേ, ആരും അങ്ങനെയൊന്നും നമുക്ക് ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരേപോലെ എണീക്കണു, ഫുഡ് കഴിക്കണു, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കണു, ഇക്ക വരണു പോകണു, മക്കളുടെ കാര്യങ്ങൾ നോക്കണു, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ച് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇക്കൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മളെ ആനിവേഴ്സറി ആണെങ്കിലും എൻ്റെ ബർത്ത്ഡേ ഇനിയിപ്പോൾ മക്കളുടെ വരാനിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. അല്ലാണ്ട് അതൊരു ആഘോഷം എന്നുള്ള രീതിയിലല്ല, നമ്മളൊരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു പ്രയോറിറ്റി കാണുക എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യണത്. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, മക്കളൊക്കെ അതൊക്കെ കണ്ടിട്ട് വേണം ഓല് വളരാൻ വേണ്ടിയിട്ട്. വായോ ഓല് ഇത് കണ്ടിട്ട് ഓല് നമ്മുടെ ഇങ്ങനത്തെ സന്തോഷങ്ങൾ കണ്ടിട്ട് അല്ലാണ്ട് വഴക്കിടണം. നമ്മക്കാണ് ചെലവ് മക്കളെ, നമ്മക്കാണ് ചെലവ്. കേക്ക് മുറിക്കും, ഞാൻ ക്യാമറ പിടിക്കും. ഫ്രണ്ട് ക്യാമറ അന്ന് ബാക്കാകട്ടെ. ഇതിനാ സൗദി പെണ്ണ എഴുതിക്കണത്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ബർത്ത്ഡേ മമ്മ, ഹാപ്പി ബർത്ത്ഡേ മമ്മ.
ആരൊക്കെയോ കൊടുന്ന് മുറിക്കണം കേട്ടോ. ഇത് ചീസ് കേക്ക്. എന്തോ ഒരു കേക്ക്. ഇച്ചുവിന് കൊടുക്കട്ടെ? ഇച്ചുവിന് കൊടുക്കും, അമ്മക്ക് കൊടുക്കും. ഇന്നെ കൊടുക്കാനായിക്കാണ്ടോ പപ്പ കൊടുക്കാനാ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് തരണോ? അനാറിന്റെ എന്തൊക്കെ സംഗതി. അപ്പോ ഷാന അമ്മക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യടാ, ഹാപ്പി ബർത്ത്ഡേ പറയടാ. പറഞ്ഞോളോ? ഓക്കേ. കൊറേ നേരം യെല്ലോ ഫ്രൂട്ടിന് വേണ്ടി കൂടെ കൊടുത്തോ. എന്താ ഞാൻ രസമുണ്ടോ? പുളിയാ? തുപ്പിക്കളാ 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 വേണ്ടേ തുപ്പിക്കോ. ഇതൊക്കെ എന്താ നോക്കട്ടെ. അതൊക്കെ കേക്ക് ഇതിന് വേണ്ടിട്ട് നിക്കായിരുന്നു. ആര്? ഷാനോ? എന്നാ കൊടുക്ക് കൊടുക്ക്. പുളിയല്ലേ? തിന്നോ തിന്നോ. നല്ല കേക്ക്. ഫ്രൂട്ട്സ് ഒക്കെ ബ്ലൂബെറി. ഇതല്ലേ തല്ലുടിയത് ഇപ്പൊ? ഇപ്പൊ എങ്ങനെയുണ്ട് പറയാ? ഇപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? ഇതെന്താ വെള്ളമണികൾ എന്താണെന്ന് നോക്കണം. ഒരു ബബിളാണ് ഇതിന്റെ. പറ്റിക്കലാണ്. വിപ്പിങ്. എന്നാ അങ്ങനെ അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്തോ. ഫുഡ് കഴിക്കാം. ഓക്കെ.